എല്ലാവരും ലേഡീസ് പ്ലാനറ്റിലേക്ക് പോന്നോളൂ. ഇന്ന് നമുക്ക് പഴയ കാലത്തെ ഒരു വിഭവം ഉണ്ടാക്കാം. ചിന്താമണിയപ്പം എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് വേറെയും കാരപ്പെന്നോ എന്തൊക്കെയോ പറയും തോന്നുന്നു, അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പാലക്കാട് സൈഡിൽ ഉണ്ടാക്കുന്ന ഒരു തരം അപ്പമാണ്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിലേക്കായി ആദ്യം നമുക്ക് വേണ്ടത് 1 കപ്പ് പച്ചരിയാണ്, പിന്നെ 1/2 കപ്പ് കടലപ്പരിപ്പ്, 1/2 കപ്പ് തുവരപ്പരിപ്പ്, പിന്നെ 1/2 കപ്പ് ചെറുപയർ പരിപ്പ്. ഇതെല്ലാം കൂടി വെള്ളത്തിൽ ഒരു 4 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക കേട്ടോ. എന്ന ശേഷം ഇത് ഞാൻ അരച്ചെടുത്ത് പുളിപ്പിക്കാൻ വെച്ചിരുന്നു. അരയ്ക്കുമ്പോഴുള്ള വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇത് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടായത് കാരണം പെട്ടെന്ന് 2-3 മണിക്കൂർ കൊണ്ട് നല്ലോണം പുളിച്ച് കിട്ടി. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിലേക്കൊരു വറവ് തയ്യാറാക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ചീനച്ചട്ടി നല്ല പോലെ ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇടുകയാണ്. കടുക് പൊട്ടി. ഇതിൽ 25 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും ഏകദേശം ഒരു 10 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് എടുക്കേണ്ടത് കേട്ടോ. അത് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില അരിഞ്ഞത്. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില എടുക്കാം കേട്ടോ. മല്ലിയില വേണമെങ്കിൽ അതാക്കാം. ഇളക്കി കൊടുക്കുക. ഇത് നല്ല പോലെ ബ്രൗൺ ആവണ്ട കേട്ടോ. ഇത് ഒന്ന് ഉള്ളി കളറ് മാറുമ്പോൾ നമ്മൾക്ക് ഇത് മാവിലേക്ക് കൊട്ടി കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മളിത് ചുടാൻ തുടങ്ങുന്നത് പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ്, കാരണം ഇതിൻ്റെ ആ ഒരു മണവും സത്തെല്ലാം ആ മാവിലേക്കൊന്ന് ഇറങ്ങിക്കോട്ടെ. എന്ന ശേഷമാണ് നമ്മൾ നമ്മുടെ ചിന്താമണി അപ്പം ചുടാൻ തുടങ്ങുക കേട്ടോ. ഇതിൻ്റെ പേരതാണ്, വേറെയും പേരൊക്കെ ഉണ്ട് തോന്നുന്നു. ഇതിപ്പോൾ ഇതാ ഉള്ളി ഒന്ന് വാടി കേട്ടോ. ഇനി ഞാനിത് ഓഫ് ചെയ്യാണ്, കാരണം ഒരു 5 മിനിറ്റ് ഇതിനും കൂടി വയ്ക്കും, കാരണം ആ ചൂടിൽ ഒന്നുകൂടി ആവും. ഇനി ഇതിലേക്ക് കൊട്ടി കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുക. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ചുടാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ അപ്പക്കാരോയിൽ ചൂടാവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പക്കാരോയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നല്ലെണ്ണയിലാണ് നോർമലി ചൂടുക, പക്ഷേ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചുട്ടെടുക്കണത് കേട്ടോ. നമുക്കതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്നായാൽ മറിച്ചിടാം. ഇതെല്ലാം മറിച്ചിട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ചിന്താമണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി മാത്രം എടുത്ത്, സാധനങ്ങളെല്ലാം ഹാഫ് എടുത്തിട്ട് ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാമല്ലോ.
ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റല്ലേ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പഴയ കാലത്തെ വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.